അദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവത്ഗീത വിഭൂതിയോഗം 10ാമത്തെ അധ്യായം വിഭൂതിയോഗം വായിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു അവലോകനം, എന്തെല്ലാമാണ് വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നത് എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഈ വിഭൂതിയോഗത്തിൽ 42 ശ്ലോകങ്ങളാണുള്ളത്. ഭഗവാന്റെ ഭൗതിക ലോകത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഐശ്വര്യങ്ങളെ കുറിച്ച് ഈ വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ വിഭൂതിയോഗം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാന്റെ ശുദ്ധമായിട്ടുള്ള ഭക്തി സേവനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്നും ഭഗവാൻ ഉറപ്പു നൽകുന്നുണ്ട്. അപ്പം ആ വിഭൂതിയോഗം നമുക്ക് ആദ്യം തൊട്ടൊന്ന് നോക്കാം. 10ാമത്തെ അധ്യായമായിട്ടാണ് വിഭൂതിയോഗം വരുന്നത്. 9ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം. അതിന്റെ അവസാനത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം എന്താണ്? മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാമേ വേശ്യസി യുക്തൈവം ആത്മാനം മത്പരായ. ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. മന്മന എന്നാണ് ഭഗവാൻ നൽകുന്ന നിർദ്ദേശം. ഇത് ഭഗവത്ഗീതയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിർദ്ദേശമാണ്. ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ നിർദ്ദേശം എന്താണ്? എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. മന്മന കൃഷ്ണേ മതിരസ്തു. എപ്പോഴും നമ്മുടെ മതിയിൽ, നമ്മുടെ ബുദ്ധിയിൽ കൃഷ്ണനെ വെക്കുക. അതാണ് ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും നിർദ്ദേശം. നിരന്തരം കൃഷ്ണനെ കുറിച്ച് സ്മരിക്കുക. അനന്യ ചിന്തയന്തോമാം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ് വിഭൂതിയോഗത്തിൽ പറയുന്നത്. ഏതേത് തരത്തിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെന്ന് അർജുനൻ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വിഭൂതിയോഗത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഭഗവാൻ തന്നെ പറയുന്നതാണ് 10ാമത്തെ ശ്ലോകം. നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഭഗവാൻ തന്നെയാണ് പറയുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത്? കൂടുതൽ ഉത്തമമായിട്ടുള്ള ജ്ഞാനം നിനക്ക് ഉപദേശിക്കാം എന്ന 1ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവാ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. അർജുന, നീ എനിക്ക് കൂടുതൽ ഏറ്റവും പ്രിയങ്കരനായതുകൊണ്ട്. ഭഗവാന് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം നൽകും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അർജുന, നീ എൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട്, നീ എനിക്ക് പ്രിയങ്കരനായതുകൊണ്ട് ഞാൻ നിനക്ക് എന്നെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ജ്ഞാനം ഉപദേശിക്കാം, പരമമായിട്ടുള്ള ജ്ഞാനം ഉപദേശിക്കാം എന്ന് 1ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വച. അത് നീ കേൾക്കുക. അല്ലെ, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശൃണുമേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യ. എന്തുകൊണ്ടാണ് ഞാൻ ഉപദേശിക്കുന്നത്? നീ എനിക്ക് പ്രിയങ്കരനായതുകൊണ്ടാണ്. നീ ചോദിക്കാതെ തന്നെ നിനക്ക് നല്ലതായതുകൊണ്ട് ഞാൻ നൽകുന്നത് എന്ന് ഭഗവാൻ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു. 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ രഹസ്യജ്ഞാനം എല്ലാവർക്കും അറിയുന്നതല്ല. നമേ വിദുസുരഗണ പ്രഭവം ന മഹർഷയ അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശാം. എന്നെക്കുറിച്ചുള്ള ഈ രഹസ്യങ്ങളൊന്നും ദേവന്മാർക്കോ മഹർഷിമാർക്ക് പോലുമോ അറിയാത്തതാണ് എന്ന് പറയും. ദേവന്മാർക്കും മഹർഷിമാർക്ക് പോലും ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ യഥാർത്ഥത്തിൽ അറിയുകയില്ല എന്നാണ് പറയുന്നത്.
എന്നാൽ എല്ലാ മഹർഷിമാരുടെയും ദേവന്മാരുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശ. എല്ലാ ദേവന്മാരുടെയും മഹർഷിമാരുടെയും എല്ലാവരുടെയും ഉറവിടം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ ഒരു രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാവരുടെയും ഉറവിടമാണ്, എല്ലാ ദേവീദേവന്മാരും ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ പാപത്തിന്റെയൊക്കെ അടിസ്ഥാനം, നമ്മൾ തെറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ ഭഗവാനെ കുറിച്ച് മറന്നുപോയത് കൊണ്ടാണ് നമ്മൾ അബദ്ധങ്ങൾ ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരിക്കലും തെറ്റുകൾ ചെയ്യുന്നില്ല. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ഈ സത്യം, ഭഗവാൻ എല്ലാവരുടെയും ഉറവിടമാണ്. യോമാം അജം അനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കുന്നത് അവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകും എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ ആ വ്യക്തി ബുദ്ധിമാനായിട്ട് മാറും. അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും ആ വ്യക്തി മോചിതനാകും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നാലാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ബുദ്ധിർ ജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമക്ഷമ സുഖം ദുഃഖം ഭവോ അഭാവോ ഭയം ച അഭയമേവ ച അഹിംസ സമതാ തുഷ്ടി തപോ ദാനം യശോ അയശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധ. ഭഗവാൻ വിഭൂതി യോഗത്തിന്റെ ഒരു സൂചന നൽകുകയാണ്. ഒരു ജീവിയുടെ, ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും, വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഭഗവാനിൽ നിന്നു തന്നെ വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നു. ഒരു ജീവാത്മാവിന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും. ബുദ്ധി, ജ്ഞാനം, അസമ്മോഹം, ക്ഷമാ സത്യം ദമാശമ, ഇതൊക്കെ ആ ഗുണങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ ആവിർഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് 4-5 ശ്ലോകങ്ങളിൽ പറയുന്നത്. ആറാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തഥ മദ്ഭാവ മാനസാജാത യേഷാം ലോക ഇമാ പ്രജ. മഹർഷിമാർ, സപ്തർഷിമാര്, അതേപോലെ കുമാരന്മാര്, 4 കുമാരന്മാര്, ഇവരെല്ലാവരും ഭഗവാനിൽ നിന്നു തന്നെ ആവിർഭവിച്ച ഭഗവാന്റെ മാനസപുത്രന്മാരാണ് എന്നാണ് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ സൃഷ്ടികളാണ് ഇവരെല്ലാവരും. സപ്തർഷിമാര്, അതേപോലെ ബ്രഹ്മാവിന്റെ ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ള കുമാരന്മാർ, സനകാദി മഹർഷിമാർ, ഇവരെല്ലാം ഭഗവാനിൽ നിന്ന് നേരിട്ട് ആവിർഭവിച്ചിട്ടുള്ള ഭഗവാന്റെ മാനസപുത്രന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മഹർഷയെ സപ്തപൂർവേ ചത്വാരോ മനവസ്തഥ മദ്ഭാവ മാനസാജാത യേഷാം ലോക ഇമാ പ്രജ. അവരിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ നിറയുന്ന രീതിയിൽ പ്രജകൾ ഉത്ഭവിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ജനസംഖ്യയും, വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുമെല്ലാം ഇവരുടെ പിന്തുടർച്ചക്കാരാണ്. ഈ സപ്തർഷിമാരുടെയും മനുവിന്റെയും ചതുർകുമാരന്മാരുടെയും പിന്തുടർച്ചക്കാരാണ് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന വ്യത്യസ്ത ദേവന്മാരും അതേപോലെ മനുഷ്യന്മാരുമെല്ലാം എന്ന് ഭഗവാൻ പറയുന്നു. ഏതാം വിഭൂതിം യോഗം ച മമയോവേത്തി തത്വതഃ സ്വ അവികൽപേന യോഗേന യുജ്യതേനാത്ര സംശയം. 7ാമത്തെ ശ്ലോകത്തിൽ ഈ വിഭൂതി യോഗം, ഭഗവാനെ കുറിച്ചുള്ള വിഭൂതികൾ ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശരിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് നേട്ടം? സ്വ അവികൽപേന യോഗേന യുജ്യതേനാത്ര സംശയം. ഭഗവാന്റെ ഭക്തിയിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിഭൂതിയോഗം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള നേട്ടം. അപ്പൊ എന്തിനാണ് നമ്മൾ വിഭൂതിയോഗം പഠിക്കുന്നത്? ഭഗവാനെ കുറിച്ച് നിരന്തരം സ്മരിക്കുന്നതിനും അങ്ങനെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നതിനും നമ്മളെ വിഭൂതിയോഗം സഹായിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വതഃ സ്വ അവികൽപേന യോഗേന യുജ്യതേനാത്ര സംശയം. ഇനി ആ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ വളരെ ചുരുക്കത്തിൽ പറയുകയാണ്.
ആ വിഭൂതികളെ കുറിച്ച് മനസ്സിലാക്കിയ ഭഗവാന്റെ ഭക്തന്മാർ എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ 4 ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ രത്നചുരുക്കമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ 4 ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി വരുന്ന 4 ശ്ലോകങ്ങൾ, 8ാമത്തെ ശ്ലോകം മുതൽ 11ാമത്തെ ശ്ലോകം വരെയുള്ള 4 ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലെ ചുരുക്കമായിട്ട് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളായിട്ട് അറിയപ്പെടും. ചതുശ്ലോകി ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന 4 ശ്ലോകങ്ങളാണ് പറയുന്നത്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവസമന്വിത. എന്താണ് ഭഗവാൻ പറയുന്നത്? അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ് ആത്മീയ ലോകങ്ങളും ഭൗതിക ലോകങ്ങളും എല്ലാം ആവിർഭവിച്ചത്. ആത്മീയ ലോകത്തിന്റെയും ഭൗതിക ലോകങ്ങളുടെയും എല്ലാം ഉറവിടം ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അഹം സർവസ്യ പ്രഭവോ എന്നാണ് പറയുന്നത്. എല്ലാം ഭഗവാനിൽ നിന്ന് ആവിർഭവിച്ചിട്ടുള്ളതാണ്. നമ്മളിന്ന് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, ഭൗതിക ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവ സമന്വിത. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഈ ഒരു കാര്യം, ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിട്ടുള്ളത്, എല്ലാം ഭഗവാനിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാനെ ആരാധിക്കാൻ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമ്മൾക്ക് യഥാർത്ഥ ശാന്തിയിലേക്ക് എത്താം. ഭഗവാന് നമ്മളെ എല്ലാ വിധത്തിലും സംരക്ഷിക്കാൻ സാധിക്കും. ഇവിടെ കാണുന്നതൊക്കെ ഭഗവാന്റെ ഊർജമാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ഒരു വ്യക്തി സർവഭാവേന ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവസമന്വിത, എല്ലാ അർപ്പണത്തോടും കൂടി, പൂർണ്ണ അർപ്പണത്തോടുകൂടി ഭഗവാനെ സേവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവസമന്വിത. ആരാണിത് മനസ്സിലാക്കുന്നത്? ബുദ്ധിമാന്മാരാണ് ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഭഗവാനാണ് എല്ലാറ്റിന്റെയും ഉറവിടം എന്ന് മനസ്സിലാക്കുന്നത് ഒരു ബുദ്ധിമാനാണ്. ആ ബുദ്ധിമാൻ ഭഗവാന്റെ ഭക്തനായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഭജതേ, ഭഗവാനെ ഭജിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നു. അല്ലെ, ഭഗവാനെ സേവിക്കുന്ന വ്യക്തിയാണ് ഭക്തൻ. ആരാണോ ഭഗവാനെ സേവിക്കുന്നത് അവനാണ് ഭക്തൻ എന്ന് പറയുന്നത്, അവനെയാണ് ഭക്തൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ബുദ്ധി ഉപയോഗിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നു, പിന്നീട് ഭഗവാനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കിയത് കൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാനെ സേവിക്കുന്ന ഭക്തനായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഭക്തന്മാർ, ആ ഭക്തന്മാരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തീച്ച രമന്തിച്ച. ഒരു ഭക്തൻ എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നു. മച്ചിത്ത, എപ്പോഴും അവന്റെ ചിത്തം, അവന്റെ മനസ്സ് ഭഗവാനിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. മച്ചിത്ത മദ്ഗതപ്രാണ, ഒരു ഭക്തൻ എപ്പോഴും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിതനായിരിക്കും. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി അവൻ ജീവൻ തന്നെ അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഒരു ശുദ്ധഭക്തൻ എന്ന് പറയുന്നത്. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം. മറ്റു ഭക്തന്മാർ തമ്മിൽ കാണുന്ന സമയത്ത് ആ ഭക്തൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബോധയന്ത പരസ്പരം, അവർക്ക് മറ്റു ഭൗതിക വിഷയങ്ങൾ സംസാരിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ, ഭഗവാന്റെ ലീലകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവര് സംസാരിക്കുന്നത്. അങ്ങനെ ഭഗവാനെ കുറിച്ച് പരസ്പരം ബോധ്യപ്പെടുത്തുന്നതിലൂടെ അവർക്ക് വലിയ ഉള്ളിൽ ആനന്ദം അനുഭവപ്പെടും. അങ്ങനെയാണ് അവർ ആനന്ദിക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു സന്തോഷം വേണം, എന്തെങ്കിലും ഒരു രസം വേണം, എന്തെങ്കിലും ഒരു ആനന്ദം വേണം. ഇപ്പൊ ഭക്തന്മാരുടെ ആനന്ദം എന്താണ്? ഭഗവാനെ കുറിച്ച് പരസ്പരം സംസാരിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് പറയുക. ഇതാണ് ഭക്തന്മാരുടെ ആനന്ദം. കഥയന്തശ്ച മാം, ഭഗവാനെ കുറിച്ചാണ് അവർ പറയുക. ഭഗവാനെ കുറിച്ച് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഭാഗവതത്തിൽ നിന്നുള്ള ഭഗവാന്റെ ലീലകൾ, ഇതാണ് അവര് ചർച്ച ചെയ്യുന്നത്. കഥയന്തശ്ച മാം നിത്യം, എപ്പോഴും എപ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. അല്ലെ, ഒരു ദിവസം ഭഗവാനെ കുറിച്ച്, മറ്റൊരു ദിവസം മറ്റാരെയും കുറിച്ച്, അങ്ങനെയല്ല.
എല്ലാ ദിവസവും ഭഗവാനെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. എല്ലാ ദിവസവും അവർ കേൾക്കുന്നതും ഭഗവാനെ കുറിച്ച് തന്നെയാണ്. കഥയന്തശ്ചമാം നിത്യം തുഷ്യന്തീച്ച രമന്തിച്ച. അവർക്ക് വലിയൊരു രസമുണ്ട്. അതിൽ രസം പിടിച്ചു കഴിഞ്ഞാൽ അവര് ദിവസവും ഭഗവാനെ കുറിച്ച് കേൾക്കും, ദിവസവും ഭഗവാനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ഭക്തന്മാരുടെ ജോലി എന്ന് പറയും. ഇതാണ് ഭക്തന്മാരുടെ ലക്ഷണവും. അല്ലെ, നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ബിസിനസ് മാൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ആരാണോ ഭഗവാനെ കുറിച്ച് നിരന്തരമായിട്ട് സംസാരിക്കുന്നത്, ആരാണോ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യപ്പെടുന്നത്, നിരന്തരം കേൾക്കാൻ താല്പര്യപ്പെടുന്നത്, അവരാണ് ഭക്തന്മാർ എന്ന് പറയും. ഭക്തന്മാരുടെ പ്രവൃത്തിയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. മച്ചിത്താം അദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തീച്ച രമ. ഭഗവാനെ കുറിച്ച് ചിന്തിക്കും, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി അവർ ജീവൻ പോലും പണയം വെക്കും, അവർ ജീവിതം ഒഴിഞ്ഞു വെക്കും. പരസ്പരം കാണുന്ന സമയത്ത് അവർ ഭഗവാനെ കുറിച്ച് സംസാരിക്കും, ഭഗവാനെ കുറിച്ച് കേൾക്കും. അങ്ങനെ അവർക്ക് വലിയ സന്തോഷമുണ്ടാകും, അവർക്കതിൽ രസമുണ്ടാകും, അവർക്കതിൽ ആനന്ദമുണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ഭക്തന്മാരോട് ഭഗവാൻ വലിയ അനുകമ്പയാണ് എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നിരന്തരം ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന, നിരന്തരം ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്ന, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി എന്തും ത്യജിക്കുന്ന ഭക്തന്മാരോട് ഭഗവാന് വളരെയധികം അനുകമ്പയുണ്ടാകും. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. അങ്ങനെ നിരന്തരം ഭഗവാനെ സേവിക്കുന്ന ഭക്തനോടുള്ള അനുകമ്പ കൊണ്ട് ഭഗവാൻ അവർക്ക് എന്താണ് നൽകുന്നത്? ഭഗവാൻ ശുദ്ധഭക്തന്മാർക്ക് എന്താണ് നൽകുന്നത്? ദദാമി ബുദ്ധിയോഗം. ഭഗവാൻ ബുദ്ധിയോഗമാണ് നൽകുന്നത്. ഭഗവാൻ അവർക്ക് ബുദ്ധി നൽകും. എന്തിനുള്ള ബുദ്ധിയാണ്? ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധി ഭഗവാൻ അവർക്ക് നൽകുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. എങ്ങനെ ഭജിക്കുന്നവർക്കാണ് ഭഗവാൻ ബുദ്ധി നൽകുന്നത്? പ്രീതിപൂർവം, ഭഗവാനോട് പ്രേമത്തോടെ, ഭഗവാനോട് സ്നേഹത്തോടു കൂടി, മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാർക്ക് അവരോടുള്ള അനുകമ്പ കൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ഇനിയും കിടന്ന് ദുഃഖിക്കേണ്ടതില്ല. അവരെ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടത്താൻ വേണ്ടിയുള്ള ബുദ്ധി, ഭഗവാനിലേക്ക് തിരിച്ചെത്താനുള്ള ബുദ്ധി, ഏനമാം ഉഭയാന്തിതേ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനിലേക്ക് തിരിച്ചെത്താനുള്ള ബുദ്ധിവിശേഷം ഭഗവാൻ നൽകും എന്ന് പറയും. അല്ല, ആ ബുദ്ധി ഇല്ലെങ്കിൽ, ആത്മീയ ബുദ്ധി ഇല്ലെങ്കിൽ നമ്മളെ വീണ്ടും ഈ ഭൗതിക ലോകം തന്നെയാണ് എല്ലാം, ഈ ഭൗതിക ലോകത്തിലുള്ള നേട്ടം തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കുടുങ്ങിപ്പോകും. പക്ഷെ അങ്ങനെയല്ല, ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിവിശേഷം ഭഗവാന്റെ ഭക്തന്മാർക്ക് നൽകും എന്നാണ് പറയുന്നത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഭഗവാന് നിരന്തരം സേവനം ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനവും ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നൽകും എന്നാണ് പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ. അവരുടെ മനസ്സിൽ, സാധാരണ ഭൗതിക ലോകത്തിലുള്ള വ്യക്തികളുടെ മനസ്സിൽ തമസ്സുണ്ടാകും, ഇരുട്ട്. എന്താണ് ഇരുട്ട്? ഈ ഭൗതിക ലോകം തന്നെയാണ് എൻ്റെ ജീവിതം, ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതമാണ് എൻ്റെ യഥാർത്ഥ ജീവിതം എന്ന് വിചാരിക്കുന്നതാണ് ഇരുട്ട്. ഭൗതിക ലോകത്തിലെ നേട്ടങ്ങളാണ് എൻ്റെ നേട്ടങ്ങൾ എന്ന് വിചാരിക്കുന്നതാണ് ഇരുട്ട്. ഭഗവാനെ നേടുന്നതാണ് എൻ്റെ നേട്ടം എന്ന് വിചാരിക്കുന്നതാണ് ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം. എന്താണ് ജ്ഞാനം എന്ന് ശ്രീലപ്രഭുപാദർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭൗതിക വസ്തുക്കളെയും ആത്മീയ വസ്തുക്കളെയും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറയും. എന്താണ് ഭൗതികം, എന്താണ് ആത്മീയം എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് ജ്ഞാനം. ആ ജ്ഞാനം നൽകുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഭഗവാൻ എല്ലാവർക്കും ജ്ഞാനം നൽകാൻ സാധിക്കും. കാരണം എന്താണ്? എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഹൃദയത്തിലിരുന്ന്
അവരോടുള്ള ആ കാരുണ്യം കൊണ്ട് ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ ജ്ഞാനദീപം കൊളുത്തിവെക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ ഇരുട്ടും ഇല്ലാതാകും. അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള സംശയങ്ങളെല്ലാം ഇല്ലാതാകും. ഭഗവാനെ കുറിച്ച് യാതൊരു സംശയമില്ലാതെ അവർക്ക് പൂർണ്ണമായിട്ടും ഭക്തി സേവനത്തിൽ മുഴുകാൻ സാധിക്കും. ആർക്കാണ് ഈ ജ്ഞാനവും നൽകുന്നത്? ഭഗവാന്റെ ഭക്തന്മാർക്ക് തന്നെയാണ് നൽകുന്നത്, അല്ലെ? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച അഹൈതുകം എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാന്റെ ഭക്തി ചെയ്താൽ മതി, ജ്ഞാനവും വൈരാഗ്യവും നമുക്ക് താനേ ഉണ്ടായിക്കൊള്ളും എന്ന് പറയും. ഒരു വ്യക്തി പുസ്തകമൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ നാമം നിരന്തരമായിട്ട് ജപിക്കുന്നുണ്ടെങ്കിൽ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അങ്ങനെ നിരന്തരമായിട്ട് ജപിക്കുന്നുണ്ടെങ്കിൽ, ശേഷം സതതയുക്താനം, സതതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം. എല്ലായ്പ്പോഴും ഭഗവാന്റെ സേവനം, എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമജപം, എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ശ്രവണം, എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ഇതൊരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിശക്തിയും ജ്ഞാനവും ഭഗവാൻ തന്നെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നൽകും എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. ഒരു ജീവാത്മാവ് എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്? അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഒരു വ്യക്തിക്ക് ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്തു കടന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആർക്കാണ് ആ അനുഗ്രഹം നൽകുന്നത് എന്നുള്ള രഹസ്യമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിരന്തരമായിട്ട് ഭഗവാനെ സേവിക്കുന്നവർക്കാണ് ആ ജ്ഞാനം ഭഗവാൻ നൽകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്രയും ചതുശ്ലോകി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു വെച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഭഗവാനാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി. അഹം സർവസ്യ പ്രഭോ. ആത്മീയ ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും ഉറവിടം ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇത് അറിഞ്ഞ ഒരു വ്യക്തി ബുദ്ധിമാനാണ്. ആ ബുദ്ധിമാൻ ഭഗവാനെ നിരന്തരം പൂർണ്ണ മനസ്സോടുകൂടി ആരാധിക്കുന്നു, സേവിക്കുന്നു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിത. ബുധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നു. ആ ഭക്തന്മാർ എന്തെല്ലാം ചെയ്യുമെന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മച്ചിത്താ മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. അവരെപ്പോഴും ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി അവർ ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അവർ പരസ്പരം കാണുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് സംസാരിച്ച്, ഭഗവാനെ കുറിച്ച് പരസ്പരം ബോധ്യപ്പെട്ട് അവർ അതിൽ ആനന്ദം അനുഭവിക്കുന്നു. ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് അവർക്ക് വലിയ ആനന്ദമുണ്ടാകും എന്ന് പറയും. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാണ് ഭക്തന്മാരുടെ ആനന്ദം. അങ്ങനെ നിരന്തരം ഭഗവാന് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അതിനാവശ്യമായിട്ടുള്ള ബുദ്ധിയും ഭഗവാൻ തന്നെ നൽകുന്നു എന്ന് 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കും. യേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. കാരണം അവരോട് ഭഗവാൻ അഹൈതുകമായിട്ടുള്ള കാരുണ്യമുണ്ട്. ഭഗവാനെ നിരന്തരം സേവിക്കുന്ന, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊന്നും വേണ്ടിയല്ലാതെ നിരന്തരമായിട്ട് ഭഗവാനെ സേവിക്കുന്നവരോട് ഭഗവാന് വലിയ കാരുണ്യമുണ്ട്. ആ കാരുണ്യം കൊണ്ട് അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ ഇരുട്ടിനെയും ഭഗവാൻ ജ്ഞാനദീപം കൊളുത്തി നശിപ്പിക്കും എന്നാണ് പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമസ്സിൽ നിന്നുണ്ടായിട്ടുള്ള അജ്ഞാനത്തെ, ഇരുട്ടിൽ നിന്നുണ്ടായിട്ടുള്ള അറിവില്ലായ്മയെ ഭഗവാൻ ഇല്ലാതാക്കും. എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? ഭഗവാൻ അവരുടെ ഹൃദയത്തിലിരുന്ന് ആ ഹൃദയത്തിൽ ജ്ഞാനദീപം കൊളുത്തിവെക്കും. ജ്ഞാനദീപേന ഭാസ്വത എന്ന് പറയും. പ്രകാശം വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ സേവനം എങ്ങനെ ചെയ്യണം എന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിവിശേഷവും ഭഗവാൻ തന്നെ നൽകുമെന്നാണ് പറയുന്നത്. ഇത്രയും കേട്ട സമയത്ത് ഭഗവത്ഗീതയുടെ ആരത്ന ചുരുക്കമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കേട്ട സമയത്ത് അർജുനൻ പറയുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ. 12ാമത്തെ ശ്ലോകം മുതൽ അർജുനാണ് സംസാരിക്കുന്നത്. അർജുന ഉവാച. എന്താണ് അർജുനൻ പറയുന്നത്?
ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അർജുനൻ എടുത്തു പറയുകയാണ്. ഭഗവാനെ കുറിച്ച് നേരത്തെ തന്നെ അർജുനൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വേദങ്ങളിൽ നിന്നും ഋഷീശ്വരന്മാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് നേരത്തെ തന്നെ അർജുനൻ കേട്ടിട്ടുണ്ട്. ആ കേട്ട കാര്യങ്ങളാണ് ഇവിടെ അർജുനൻ എടുത്തു പറയുന്നത്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. എന്തൊക്കെയാണ് ഭഗവാനെ കുറിച്ച് അർജുനൻ നേരത്തെ കേട്ടിട്ടുള്ളത് എന്ന് ഇവിടെ പറയുന്നു. പരം ബ്രഹ്മ, ഭഗവാൻ പരം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന്റെ ഉറവിടമാണ് പരബ്രഹ്മം. അല്ലെങ്കിൽ ബ്രഹ്മം നിലനിൽക്കുന്നത് പരബ്രഹ്മത്തിലാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ജീവാത്മാക്കളാണ്. അല്ല, നമ്മളൊക്കെ ബ്രഹ്മമാണ്. വേദങ്ങളിൽ പറയുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. ആ ജീവാത്മാവ് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന്റെ ഉറവിടം എവിടെയാണ്? പരബ്രഹ്മമാണ്. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹ. ബ്രഹ്മം നിലനിൽക്കുന്നത് പരബ്രഹ്മത്തിലാണ്. ആ ബ്രഹ്മത്തിന്റെ ആശ്രയസ്ഥാനമായിട്ടുള്ള പരബ്രഹ്മം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരംബ്രഹ്മ. പരംധാമ, എല്ലാവരുടെയും ആശ്രയസ്ഥാനവും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. പരംധാമ, പവിത്രം, ഏറ്റവും ശുദ്ധനായിട്ടുള്ള വ്യക്തിയും ഭൗതികമായിട്ടുള്ള യാതൊരു മാലിന്യങ്ങളും ഏൽക്കാത്ത വ്യക്തി, അതാണ് പവിത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭഗവാനെ യാതൊരു ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളോ ബാധിക്കുന്നില്ല. അങ്ങനെ യാതൊരു ഭൗതിക മാലിന്യങ്ങളും ബാധിക്കാത്ത വിശുദ്ധ അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. പവിത്രം, പവിത്രം പരമം ഭവാൻ, ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈശ്വരനും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഈശ്വരൻ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിരിക്കുന്നു. ആ പരമമായിട്ടുള്ള ഈശ്വരൻ അങ്ങാണ്. പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിപും. അങ്ങ് പുരുഷനാണ്. ഭഗവാൻ ഈശ്വരൻ പുരുഷനാണ്, ഒരു വ്യക്തിയാണ്. അല്ലാതെ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ശൂന്യതയല്ല, അല്ലെങ്കിൽ ഒരു വെളിച്ചമോ അങ്ങനെയൊന്നുമല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആഗ്രഹങ്ങളുള്ള വ്യക്തിത്വമുള്ള ഒരു പുരുഷനാണ് ഭഗവാൻ. പുരുഷം ശാശ്വതം, എങ്ങനെയുള്ള പുരുഷനാണ്? ശാശ്വതനായിട്ടുള്ള പുരുഷനാണ്. അദ്ദേഹം ഒരിക്കലും മാറുന്നില്ല. എല്ലാ കാലത്തും ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈശ്വരൻ. അതിൽ യാതൊരു മാറ്റവുമില്ല. എല്ലാ കാലത്തും നിലനിൽക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അല്ലെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. ദ്വാപരയുഗത്തിൽ ഭഗവാൻ അവതരിച്ചു എന്ന് മാത്രം. അല്ലാതെ എല്ലാ സമയത്തും ഭഗവാൻ നിലനിൽക്കുന്നുണ്ട്. ആത്മീയ ലോകത്തിൽ ഭഗവാൻ സ്ഥിരമായിട്ടുണ്ട്. ശാശ്വതം, ദിവ്യം. ദിവ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ദിവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിന്റെ ഒരു ഭാഗമല്ല. ആത്മീയമായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ. ഇപ്പം അതീന്ദ്രിയം അല്ലെങ്കിൽ ആത്മീയം എന്നാണ് ദിവ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഭഗവാൻ ആത്മീയ ലോകത്തിന്റെ ഭാഗമാണ്. ദിവ്യം, ആദിദേവം അജം വിഭും, എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണ് ഭഗവാൻ. ബ്രഹ്മാവ് ഉണ്ടായിട്ടുള്ളത്, എല്ലാ ദേവന്മാരുടെയും ഉറവിടമായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചത്. ബ്രഹ്മാവാണ് എല്ലാ സൃഷ്ടിയും നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ ദേവന്മാരുടെയും ആദിമമായിട്ടുള്ള ഉറവിടം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആദിദേവം, ദേവന്മാരുടെ ഉറവിടം. അജം വിഭും, അജം, ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജനിക്കാത്തവനാണ് ഭഗവാൻ. ഭഗവാൻ ജനിക്കുകയല്ല ചെയ്യുന്നത്, ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജനിക്കാത്ത വ്യക്തിയാണ് അജം. വിഭും, വിഭും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യക്തിയാണ്, ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വലിപ്പം നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. ഒരു ജീവാത്മാവിന്റെ വലിപ്പം നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കും. അത് കണക്കാക്കി ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. കേശാഗ്ര ശതഭാഗസ്യ ശതധോധ കൽപ്പിതസ്യ. ഒരു കേശാഗ്രത്തിനെ 100 പകുത്ത് അതിനെ വീണ്ടും 100 പകുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ചെറിയ സൈസ്, അതാണ് ജീവാത്മാവിന്റെ വലുപ്പം എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഭഗവാന്റെ വലുപ്പം അതൊരിക്കലും കണക്കാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ജീവാത്മാവിനെ അണു എന്ന് വിളിക്കുന്നത്, ഭഗവാനെ വിഭു എന്ന് വിളിക്കുന്നത്.
ഭഗവാൻ ഏറ്റവും വലുതാണ്, ജീവാത്മാവ് ചെറുതാണ്. ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ഋഷേ സർവേ. ഇതൊക്കെ ആര് പറഞ്ഞതാണ്? അർജുനൻ വെറുതെ പറയുന്നതല്ല. അർജുനൻ നേരത്തെ ഋഷീശ്വരന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. വേദങ്ങൾ പഠിച്ച സമയത്ത് ഋഷീശ്വരന്മാർ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആഹുസ്ത്വാം ഋഷേ സർവേ ദേവർഷിർ നാരദസ്തഥ. സാധാരണ ഋഷിമാരല്ല, ദേവർഷിയായിട്ടുള്ള നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസദേവൻ, ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള വ്യാസ ഭഗവാൻ, ഇവരിൽ നിന്നൊക്കെ അർജുനന് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനാണ്, എല്ലാറ്റിന്റെയും ഉറവിടമാണ്, എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണ്, പരമമായിട്ടുള്ള ഈശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇതൊരു സാധാരണ വ്യക്തിയല്ല എന്നുള്ള കാര്യം എല്ലാ ഋഷീശ്വരന്മാരും പറയുന്നത് അർജുനൻ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. ആഹുസ്ത്വാം ഋഷേ സർവേ. ഇപ്പോൾ ഭഗവാൻ നേരിട്ട് പറഞ്ഞത് കേൾക്കാനുള്ള അവസരവും അർജുനുണ്ടായി. നേരിട്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നേരിട്ട് ഭഗവാനെ കുറിച്ച് ഭഗവാനിൽ നിന്ന് തന്നെ കേൾക്കാനുള്ള ഭാഗ്യം അർജുനനുണ്ടായി എന്ന് പറയുന്നു. ഇനി ഇതുവരെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ എങ്ങനെയാണ് അർജുനൻ സ്വീകരിച്ചിട്ടുള്ളത്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. എങ്ങനെയാണ് ഭഗവാന്റെ വാക്കുകൾ അർജുനൻ സ്വീകരിക്കുന്നത്, ഭഗവത്ഗീതയെ എങ്ങനെയാണ് അർജുനൻ സ്വീകരിക്കുന്നത് എന്ന് അർജുനൻ പറയുന്നു. സർവമേതത് ഋതം മന്യേ യന്മാം വദസി കേശവ നിഹിതേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവ. അങ്ങ് പറഞ്ഞ ഈ ഭഗവത്ഗീത ഉപദേശം ഒക്കെ ഞാൻ പരമസത്യമായി കണക്കാക്കി സ്വീകരിക്കുന്നു, പരമസത്യമായി സ്വീകരിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. സർവമേതത് ഋതം മന്യേ യന്മാം വദസി കേശവ. ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഭഗവത്ഗീതയിൽ, അതെല്ലാം എന്താണ്? പരമമായിട്ടുള്ള സത്യമാണ്. കാരണം അതാരാണ് പറഞ്ഞിട്ടുള്ളത്? പരമസത്യമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പരം ധീമഹി. ആ പരമസത്യമായിട്ടുള്ള അൾട്ടിമേറ്റ് ട്രൂത്ത് ആയിട്ടുള്ള ഭഗവാൻ പറയുന്നതെല്ലാം പരമസത്യമായിരിക്കും. ആ പരമസത്യമായിട്ട് ഈ ഭഗവത്ഗീതയിലെ വാക്കുകൾ അർജുനൻ അതേപടി സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അർജുനൻ ഭഗവത്ഗീതയെ മനസ്സിലാക്കിയത്. അപ്പം ആരെല്ലാമാണോ യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയെ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നത്, അവർ ഭഗവാന്റെ നേരിട്ടുള്ള ശിഷ്യനായിട്ടുള്ള അർജുനൻ മനസ്സിലാക്കിയതുപോലെ തന്നെ ഭഗവത്ഗീതയെ മനസ്സിലാക്കണം എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അർജുനൻ യാതൊരു വ്യാഖ്യാനവും കൂടാതെ എന്തെല്ലാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതേപടി സ്വീകരിച്ചു. നഹിതേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവ. കാരണം മറ്റുള്ളവരിൽ നിന്നും ഭഗവത്ഗീത ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഭഗവാന് മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയുകയുള്ളൂ. മറ്റു ദേവന്മാർക്കോ ദാനവന്മാർക്കോ ഒന്നും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ വ്യക്തിത്വം അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, ദേവന്മാർക്കും ദാനവന്മാർക്കും, മനുഷ്യരെക്കാൾ ഉയർന്ന വ്യക്തികളാണ് ദേവന്മാരും ദാനവന്മാരും, അവർക്ക് പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. പിന്നെ സാധാരണ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാകുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഭഗവാനിൽ നിന്ന്, ഭഗവാന്റെ ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സ്വയമേവാത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ. ദേവന്മാർക്കോ മഹർഷിമാർക്കോ ദാനവന്മാർക്കോ ഒന്നും ഭഗവാനെ കുറിച്ച് അറിയുകയില്ല. സ്വയമേവാത്മനാത്മാനം, ഭഗവാന് മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയുകയുള്ളൂ എന്ന് പറയും. വേത്തത്വം പുരുഷോത്തമം, ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ ഭഗവാന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് യഥാർത്ഥ രീതിയിൽ അറിയണമെങ്കിൽ ഭഗവാനിൽ നിന്ന് ആരംഭിക്കുന്ന ഗുരുപരമ്പരയിൽ നിന്നോ നമ്മൾ ശ്രവിക്കണം. അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് അർജുനൻ പറയുന്നു. ഇനി അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടി. ഭഗവാന്റെ ഈ ഭൗതിക ലോകത്തുള്ള ഐശ്വര്യങ്ങളെ കുറിച്ച് കേൾക്കാൻ അർജുനന് താല്പര്യമുണ്ട്. ആ ഐശ്വര്യങ്ങളെ കുറിച്ചാണ്
അർജുനൻ ചോദിക്കുന്നത് 16ാമത്തെ ശ്ലോകത്തിൽ ഭക്തുമർഹസി അശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയ യാഭിർ വിഭൂതിഭിർലോകാൻ ഇമാംസ്തം വാപ്യ തിഷ്ടസി. ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാന്റെ ദിവ്യ വിഭൂതികളെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരൂ. ഭക്തുമർഹസി അശേഷേണ, വിശദീകരിച്ച് വിഭൂതിയോഗം കേൾക്കാനാണ് അർജുനന് താല്പര്യം. എങ്ങനെയുള്ള വിഭൂതികളെ കുറിച്ച്? ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് കേൾക്കാൻ അർജുനന് താല്പര്യമുണ്ട്. അത് വിശദീകരിച്ച് പറഞ്ഞു തരൂ എന്നാണ് അർജുനൻ 16ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. ഇനി ആ വിഭൂതിയോഗത്തിന്റെ പ്രത്യേകതയും അർജുനൻ പറയുന്നുണ്ട്. കഥം വിദ്യാമഹം യോഗിം ത്വം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്യോസി ഭഗവന്മയ. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞു, നിരന്തരം ഭഗവാനെ കുറിച്ച് സ്മരിക്കണം. മന്മന, മനസ്സിലെപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ നിരന്തരം സ്മരിക്കേണ്ടത്? ആ ഭഗവാന്റെ വിഭൂതികൾ കേട്ടാൽ മാത്രമേ ഭഗവാനെ നിരന്തരം സ്മരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ആ വിഭൂതികൾ പറഞ്ഞു തരണം. എങ്ങനെയാണ് ഭഗവാനെ നിരന്തരം സ്മരിക്കേണ്ടത് എന്നുള്ള കാര്യവും എനിക്ക് പറഞ്ഞു തരണം. കഥം വിദ്യാമഹം യോഗി, യോഗേശ്വരനായിട്ടുള്ള അങ്ങയെ ഞാൻ എങ്ങനെയാണ് നിരന്തരം സ്മരിക്കേണ്ടത്? ത്വം സദാ പരിചിന്തയൻ, സദാ പരിചിന്തയൻ, എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത എങ്ങനെയാണ് മനസ്സിൽ വരുന്നത്? കേഷു കേഷുച ഭാവേഷു ചിന്യോസി ഭഗവാൻമയ, ഏതെല്ലാം രൂപത്തിലാണ് അങ്ങയെ സ്മരിക്കാൻ സാധിക്കുന്നത്? ഈ കാര്യമാണ് അർജുനൻ 17ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് അങ്ങയെ നിരന്തരം സ്മരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ വിഭൂതിയോഗം പറഞ്ഞു തരണം. അത് കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ്. വിഭൂതിയോഗം എത്ര കേട്ട് കഴിഞ്ഞാലും അതിലുള്ള താല്പര്യം ഇല്ലാതാകുന്നില്ല. കൂടുതൽ കേൾക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്ണതോ നാസ്തി മേ അമൃതം. ഭഗവാനോട് ഒരിക്കലും പറയുന്നില്ല, അങ്ങ് പറഞ്ഞതൊക്കെ മതി, എനിക്ക് മതിയായി, ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് എനിക്ക് മതിയായി, ഇനി നാളെ മുതൽ ഞാൻ ഭഗവാനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല എന്ന് അർജുനൻ പറയുന്നില്ല. എനിക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയണം, കൂടുതൽ കൂടുതൽ ഭഗവാന്റെ വിഭൂതികൾ കേൾക്കണം എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്ണതോ നാസ്തിമേ അമൃതം. അങ്ങയുടെ അമൃതതുല്യമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് കേൾക്കും തോറും എനിക്ക് തൃപ്തി അടയാൻ സാധിക്കുന്നില്ല, മതിയായി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നില്ല, കൂടുതൽ കേൾക്കാനാണ് എനിക്ക് താല്പര്യം ഉണ്ടാകുന്നത് എന്ന് പറയും. അതുകൊണ്ട് അങ്ങ് വിസ്തരിച്ച് തന്നെ ആ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തരണം എന്നാണ് അർജുനൻ ആവശ്യപ്പെടുന്നത്. അപ്പം ആ വിഭൂതിയോഗത്തെ കുറിച്ച് വിശദീകരിക്കാൻ അർജുനൻ ആവശ്യപ്പെടുന്നു. അടുത്ത ശ്ലോകം മുതൽ 19ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ ആ വിഭൂതിയോഗത്തിനെ കുറിച്ച് പറയുന്നതിന്റെ ഒരു ആമുഖം പറയുകയാണ്. വിഭൂതിയോഗത്തിനെ കുറിച്ച് പറയുന്നു, അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ന് ഏതായാലും നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കൂടി എടുത്ത് ആ വിഭൂതിയോഗം തീർക്കാം. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകം കൂടി ചെല്ലാം. ഹരേ കൃഷ്ണ.